കുവൈറ്റിൽ ജോലി ചെയ്യുന്ന മലയാളികളുള്ളവർക്കും കുവൈറ്റിലെ പ്രവാസികൾക്കും അവരെ സ്നേഹിക്കുന്ന മലയാളികൾക്കും നാട്ടുകാർക്കും സങ്കടകരമായ വാർത്തയുടെ ദിവസമാണ് ഇന്ന്. കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 11 മലയാളികളടക്കം 49 പേർ മരിച്ചുവെന്നുള്ള വളരെ ദുഃഖകരമായ വാർത്തയാണ് നമ്മുടെ മുന്നിലുള്ളത്. മരിച്ചവരിൽ കൊല്ലം പൂയപ്പള്ളി പയ്യക്കോട് സ്വദേശി ഷമീറിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കുവൈറ്റിലെ ലേബർ ക്യാമ്പിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. മലയാളി ഉടമസ്ഥതയിലുള്ള NBTCയിലെ ജീവനക്കാരാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ തൊഴിലാളി ക്യാമ്പിലാണ് തീപിടുത്തമുണ്ടായത്. ആദ്യം 45 പേർ മരിച്ചു എന്നുള്ളതായിരുന്നു കണക്ക്. പിന്നീട് ആ മരണസംഖ്യ ഉയർന്ന് 49 മാറിയിരിക്കുന്നു. നിരവധി പേർ ഗുരുതരമായ പരിക്കേറ്റ് ചികിത്സയിലാണ്. ഈ മരണസംഖ്യ ഉയരാനും സാധ്യതയുണ്ട്. മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള മംഗഫ് ബ്ലോക്ക് 4-ലെ മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള NBTC കമ്പനി, ആ കമ്പനിയുടെ ജീവനക്കാർ താമസിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായിട്ടുള്ളത്. എന്താണ് തീപിടുത്തത്തിനുള്ള കാരണം എന്നതിനെക്കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. നമിത നാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ഇപ്പോൾ മലയാളികളിൽ തിരിച്ചറിയപ്പെട്ടിട്ടുള്ള ഒരേ ഒരു വ്യക്തിയുടെ പേരാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ വ്യക്തി കൊല്ലം ജില്ലക്കാരനാണ്. പേരും വിശദാംശങ്ങളും എന്തൊക്കെയാണ് നമിത? ബനേഷ്, കൊല്ലം പൂയപ്പള്ളി സ്വദേശിയായ ഷമീറാണ് മരിച്ചവരിൽ ഒരാൾ. മറ്റൊരാളുടെ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തെത്തുന്നുണ്ട്. കാസർഗോഡ് സ്വദേശി രഞ്ജിത്ത് എന്നയാളും ഈ ദുരന്തത്തിൽ മരിച്ചിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തെത്തിയിരിക്കുന്ന വിവരം. 10 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു രഞ്ജിത്ത് എന്നതാണ് ഏറ്റവും ഒടുവിലായി കിട്ടിയിരിക്കുന്ന വിവരം. 49 പേരാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. അതിൽ 21 ഇന്ത്യക്കാർ, 11ഓളം മലയാളികളാണ് ഈ ദുരന്തത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി ഉയരാൻ കാരണമായിരിക്കുന്നത് ഇനി വലിയൊരു പുലർച്ചെ 4 മണിയോടെയായിരുന്നു ഈ ഒരു അപകടമുണ്ടായത്. ആളുകളെല്ലാം ഉറങ്ങുന്നൊരു സമയമാണ്. ആ സമയത്ത് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടാവുകയും തീ ആളിപ്പടരുകയുമായിരുന്നു. ഈ തീ ആളിപ്പടർന്നതോടുകൂടി ഈ തൊഴിലാളി ക്യാമ്പ് രാത്രിയിലെ ജോലി കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പുലർച്ചെ എത്തിയവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഉറക്കം അത്രമേൽ ശക്തമായിരിക്കും. വന്ന് കിടന്ന ഉടനെ ഉറങ്ങിപ്പോകുന്ന, അഗാധ നിദ്രയിലേക്ക് പോകുന്ന സമയത്താണ് ഈ അപകടം നടന്നത് എന്നാണ് നമിത സൂചിപ്പിച്ചു വരുന്നത്. തീർച്ചയായും ഉറക്കത്തിലായിരുന്നു അവർ. പുലർച്ചെ 4 മണിയോടെയാണ് അപകടമുണ്ടാകുന്നത്. വളരെ ശക്തമായുള്ള ഒരു തീപിടുത്തം തന്നെയാണ് അവിടെ ഉണ്ടായത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും തീ ആളിപ്പടരുകയായിരുന്നു. മുകളിലത്തെ നിലകളിലേക്ക് തീ ആളിപ്പടരുകയായിരുന്നു. ഇങ്ങനെ തീ ആളിപ്പടർന്നതോടെ തൊഴിലാളി ക്യാമ്പിലെ ഗ്യാസ് സിലിണ്ടറുകൾ, 20ഓളം ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് അപകടത്തിന്റെ വ്യാപ്തി വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനിടയാക്കിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതോടൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള പുക ഉയർന്നു. പലരും തീ പിടിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞില്ല, ഉറക്കത്തിൽ തന്നെയായിരുന്നു. ശ്വാസം മുട്ടി തുടങ്ങിയപ്പോഴാണ്, മുറി നിറയെ പുക പടർന്ന് ശ്വാസം മുട്ടി തുടങ്ങിയപ്പോഴാണ് എന്തോ അപകടം സംഭവിച്ചു എന്ന് മനസ്സിലാക്കി പലരും മുറി തുറക്കുമ്പോൾ അതിനേക്കാൾ ശക്തമായിട്ടുള്ള കറുത്ത നിറത്തിലുള്ള പുക വരുന്നു. ശ്വാസം മുട്ടൽ കൂടുന്നു. താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഭീകരമായിട്ടുള്ള ആളിക്കത്തുന്ന തീയാണ്. അതുകൊണ്ട് തന്നെ പലരും രക്ഷയ്ക്ക് വേണ്ടി മറ്റൊന്നും ആലോചിക്കാതെ അത്രയും മുകൾ നിലയിൽ നിന്ന്, 6ാം നിലയിൽ നിന്ന് ഒക്കെ ചാടുന്ന അവസ്ഥയുണ്ടായി. അതും മരണസംഖ്യ വർദ്ധിപ്പിക്കാൻ ഇടയാക്കി. ബാക്കി എന്തൊക്കെയാണ് നമിത? തീർച്ചയായും ഇങ്ങനെ ആളുകൾ ജനൽ ചില്ലുകൾ വഴി ചാടിയും കടുത്ത പുക ശ്വസിച്ചും തീപ്പൊള്ളലേറ്റുമാണ് കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇന്ത്യൻ എംബസി ഇടപെട്ടിട്ടുണ്ട്. പൂർണ്ണമായ എല്ലാവിധ സഹായങ്ങളും ഇന്ത്യൻ എംബസി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കാനായി ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അദ്ദേഹമായിരിക്കും ഇനി കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക. ഹെൽപ്പ് ലൈൻ നമ്പറുകൾ അടക്കം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി S ജയശങ്കറിന് മുഖ്യമന്ത്രി കത്തയച്ചിട്ടുണ്ട്. നടപടികൾ ഇനി മരിച്ചവരുടെ ലിസ്റ്റ് വിവരങ്ങളൊക്കെ കൂടുതലായി പുറത്തെത്താനുണ്ട്. അവരുടെ ബാക്കി മൃതദേഹങ്ങൾ ഉടനടി നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളടക്കം തുടരുകയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇനി വരും മണിക്കൂറിൽ സംഭവിക്കാനിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം അല്പം മുൻപാണ് അവിടെ അവസാനിച്ചത്. ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇത്രത്തോളം മരണസംഖ്യ ഉയർന്നതായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. തമിഴ്നാട് സ്വദേശി, ഉത്തർപ്രദേശ് സ്വദേശികളടക്കം മരിച്ചവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഇന്ത്യക്കാരെ കൂടാതെ നേപ്പാൾ, പാകിസ്ഥാൻ, ഫിലിപ്പൈൻസ് ഈ രാജ്യങ്ങളിലുള്ള ആളുകളും മരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ 161ഓളം പേരാണ് ഈ ഒരു കെട്ടിടത്തിലുണ്ടായത്. മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് NBTC എന്ന മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിലെ തൊഴിലാളികളാണ് മരിച്ചിരിക്കുന്നത്.
ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർക്ക് ജോലി കൊടുക്കുന്ന ഒരു കമ്പനി കൂടിയാണ്, കുവൈറ്റിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർക്ക് ജോലി കൊടുത്ത ഒരു കമ്പനി കൂടിയാണ് NBTC എന്ന് പറയുന്നത്. ഇവിടെയാണ് ഒരു വലിയ തൊഴിലാളികൾ താമസിക്കുന്ന ഈ ക്യാമ്പിലാണ് ഒരു വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. 21ഓളം ഇന്ത്യക്കാർ, അതിൽ 11ഓളം മലയാളികളാണ് മരിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തെത്തിയിരിക്കുന്നത്. അതിൽ 2 മലയാളികളെയാണ് നിലവിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. കൊല്ലം പൂയപ്പള്ളി സ്വദേശി ഷമീറും കാസർഗോഡ് സ്വദേശി രഞ്ജിത്തുമാണ് മരിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ബനീഷ്, ഇതിൽ മരിച്ചവരിൽ കൊല്ലം പൂയപ്പള്ളി പയ്യക്കോട് സ്വദേശി ഷമീറിൻ്റെ ചിത്രമാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒപ്പം മരിച്ചവരിൽ 11 മലയാളികളെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള 10 പേരെ തിരിച്ചറിയേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും കുവൈറ്റ് പോലെയുള്ള ഗൾഫ് മേഖലകളിൽ ലേബർ ക്യാമ്പുകളിൽ ജോലി ചെയ്യുന്നവർ അവിടെ അവർ ജോലി ചെയ്യുന്നു എന്നല്ലാതെ ഏത് ക്യാമ്പിൽ, ആ ക്യാമ്പിൻ്റെ പേരെന്ത് എന്നൊക്കെ അവരുടെ ബന്ധുക്കൾ അറിയണമെന്ന് നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ കുവൈറ്റിലെ ലേബർ ക്യാമ്പുകളിൽ ജോലി ചെയ്യുന്ന അവരുടെ ബന്ധുക്കളായിട്ടുള്ള മലയാളികളെല്ലാം വലിയ ആശങ്കയിലാണ്, സങ്കടത്തിലാണ്. കുവൈറ്റിലെ ലേബർ ക്യാമ്പിൽ ജോലി ചെയ്യുന്നു എന്ന് മാത്രമേ പലർക്കും അറിയുകയുള്ളൂ. അത് ഈ NTBC കമ്പനി ആകാതിരിക്കട്ടെ എന്നാണ് ഇപ്പോൾ നാട്ടിലെങ്ങുമുള്ളവരുടെ ആഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് ഈ ബാക്കിയുള്ള 10 പേരുടെ പേരുകൾ, അവരുടെ ചിത്രങ്ങൾ, വിശദാംശങ്ങളൊക്കെ അറിയുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആ നിലയ്ക്കുള്ള നീക്കങ്ങൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ എംബസി ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. തിരുവനന്തപുരത്ത് നിന്ന് D. ബിനോയ് കൂടി നമ്മിതൊക്കെപ്പം ചേരുന്നു. ആ രീതിയിൽ ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരിൽ നിന്നുണ്ടായിട്ടുള്ളത്? D. ബിനോയ്, അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രിക്ക് കത്തയച്ചത്. കാരണം കേരളത്തിൽ കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദുരന്തമായി ഇതിനെ കാണുന്നു. മാത്രവുമല്ല, പരിക്കേറ്റ നിരവധി പേർ ചികിത്സയിലുള്ള സാഹചര്യത്തിൽ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ അനിവാര്യമാണെന്നും ഒപ്പം കുവൈറ്റ് എംബസിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രിക്ക് കത്ത് അയച്ചിരിക്കുന്നത്. ആ കത്തിന്റെ വിശദാംശങ്ങൾ D. ബിനോയ് പറയുന്നതിന് മുമ്പ് കാസർഗോട്ട് നിന്ന് ജോസഫ് ചേരുന്നു. ജോസഫിന് പങ്കുവയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച 11 മലയാളികളിൽ 2ാമത്തെ വ്യക്തിയുടെ പേര് കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് കാസർഗോഡ് സ്വദേശിയാണ്. ചെർക്കള കുണ്ടടുക്കം സ്വദേശി രഞ്ജിത്താണ് മരിച്ചിരിക്കുന്നത്. ജോസഫ് കാസർഗോട്ട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ജോസഫ്. ബനേഷ്, കുവൈറ്റിലെ തൊഴിലാളികളുടെ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരിൽ ഇപ്പോൾ 2 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതിൽ ഒരാൾ കാസർഗോഡ് സ്വദേശിയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കാസർഗോഡ് ചെർക്കള കുണ്ടടുക്കം സ്വദേശി രഞ്ജിത്താണ് മരിച്ചത്. 34 വയസ്സാണ്. 10 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഈ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളൊന്നും ബന്ധുക്കൾക്കും ലഭിച്ചിട്ടില്ല. ജോസഫ്, ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വെളുത്ത ടീഷർട്ട് ഇട്ടിരിക്കുന്ന ഒരു കറുത്ത രേഖാചിത്രം സ്മൈലിയോട് കൂടി നിൽക്കുന്ന ആ വ്യക്തിയാണോ ഈ രഞ്ജിത്ത്? അതെ ബനേഷ്, നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള ആളാണ് ഈ രഞ്ജിത്ത്. ഏതൊക്കെയായാലും ഇത് ദാരുണമായ ഒരു സംഭവമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വീട്ടിലടക്കം ബന്ധുക്കളടക്കം ഈ സംഭവം അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. നാട്ടുകാരും ചിലരൊക്കെ ഈ സംഭവം അറിഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയായാലും 10 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ് രഞ്ജിത്ത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നാം ശേഖരിച്ചു വരുന്നേ ഉള്ളൂ. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, അദ്ദേഹത്തിന്റെ വ്യക്തിവിവരങ്ങൾ, എന്തായിരുന്നു ജോലി എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളല്ല, വരും നിമിഷങ്ങൾ തന്നെ നമ്മൾക്കത് വേണ്ടിയിരിക്കുന്നു. അവരുടെ ബന്ധുക്കളുമായിട്ടും നാട്ടുകാരുമായിട്ടും ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ഏറ്റവും പെട്ടെന്ന് തന്നെ തിരികെ ജോസഫ് എത്തുക. കൊല്ലം സ്വദേശി പൂയപ്പള്ളിയിലെ പയ്യക്കോട് സ്വദേശി ഷമീറാണ് തിരിച്ചറിയപ്പെട്ട മരിച്ച വ്യക്തികളിൽ ഒരാൾ. ഇപ്പോൾ 2ാമത്തെ വ്യക്തി അത് കാസർഗോട്ട് നിന്നാണ്. കാസർഗോട്ട് ചെർക്കള കുണ്ടടുക്കം സ്വദേശി രഞ്ജിത്താണ് മരിച്ചിരിക്കുന്നത്. രഞ്ജിത്തിൻ്റെ ചിത്രം ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. അവർക്ക് രഞ്ജിത്തിനെ തിരിച്ചറിയാവുന്നവർക്ക് തിരിച്ചറിയാം. രഞ്ജിത്തിൻ്റെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുക. രഞ്ജിത്ത് അടക്കം മറ്റുള്ളവർ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും കാസർഗോഡ് ഭാഗത്തു നിന്നുള്ളവർ, ഈ വ്യക്തിയെ പരിചയമുള്ളവർ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും ഈ വ്യക്തിയുടെ മറ്റു വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുകയാണ്. ഈ നിമിഷങ്ങളിൽ നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. നമിത നാരായണനിലേക്ക് പോകുന്നു. എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ?
കുവൈറ്റിലെ ഉപപ്രധാനമന്ത്രി തീപിടുത്തമുണ്ടായ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു തീപിടുത്തത്തിന് കാരണമായി അദ്ദേഹം പറയുന്നത് കണക്കിൽപ്പെടാത്ത തൊഴിലാളികളെ വളരെയധികം തിങ്ങിപ്പാർപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് അപകടത്തിന് കാരണമായ മറ്റൊരു വസ്തുത എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ, ഒരു മുന്നറിയിപ്പും കൂടെ ഇല്ലാത്ത പരിശോധനകൾ ഇനി ശക്തമാക്കുന്നതായിരിക്കും. ഇനി ഇതുപോലൊരു ദുരന്തം ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ സ്ഥലത്തെ മേൽനോട്ട ചുമതലയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള അച്ചടക്ക നടപടികളും അദ്ദേഹത്തിൻ്റെ കുവൈറ്റ് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പറയാനുള്ള മറ്റൊന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. പലരുടെയും മൃതദേഹങ്ങൾ ഈ തീപിടുത്തം രക്ഷാപ്രവർത്തനത്തിൽ നടത്തുമ്പോൾ പലരുടെയും മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. തിരിച്ചറിയാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പുറത്തു വരുന്ന മറ്റൊരു വിവരം. ബനേഷ്, അതെ, തിങ്ങി നിറയുന്ന പുക, കോണിപ്പടിയിലടക്കം ചിതറിക്കിടക്കുന്ന മൃതദേഹങ്ങൾ എന്നിവയൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് വിവരിച്ചുകൊണ്ട് ദൃക്സാക്ഷികൾ പങ്കുവെക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. കറുത്ത ഇരുണ്ട പുക ആ കെട്ടിടത്തിനുള്ളിലേക്ക് പടർന്ന് കയറിയതോടുകൂടി പലർക്കും അവരുടെ കാഴ്ച പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കായി, കണ്ണ് പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി, അനങ്ങാനോ ഒന്ന് നീങ്ങാനോ പറ്റാത്ത അവസ്ഥയായി. ജാലകങ്ങൾ തുറന്നിട്ടാൽ പോലും അതേ അവസ്ഥയിലുള്ള പുകയാണ് അകത്തേക്ക് ഇരച്ച് കയറിയത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഏകദേശം ഒരു 30 മുതൽ 40 സെക്കൻഡ് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു എന്നുള്ളതാണ്. അകത്തു നിന്നുള്ള കാഴ്ചകൾ തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ച് അതിൻ്റെ നിറമെല്ലാം നഷ്ടപ്പെട്ട് ചാര രൂപത്തിൽ കിടക്കുന്ന കാഴ്ചകൾ അവിടെ കാണാൻ കഴിയാമായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും കുവൈറ്റിൽ മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തമുണ്ടായ ബഹുനില കെട്ടിടത്തിൽ നിന്നുള്ള കാഴ്ചകൾ വിവരിക്കുമ്പോൾ ദൃക്സാക്ഷികളുടെ വാക്കുകളിൽ ആ ശ്വാസം മുട്ടൽ അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. പുക നിറഞ്ഞതോടുകൂടി പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിന് മുകളിൽ നിന്ന് എടുത്തു ചാടി, അങ്ങനെയാണ് പലരുടെയും ജീവൻ നഷ്ടമായിട്ടുള്ളത്. കോണിപ്പടി ഇറങ്ങി വരുന്ന സ്ഥലത്തും നിരവധി മൃതദേഹങ്ങൾ ചിതറിക്കിടന്നിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇപ്പോൾ അവിടുത്തെ രക്ഷാപ്രവർത്തനം അവസാനിച്ചിരിക്കുന്നു. മരണസംഖ്യ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 49 പേർ. മരിച്ചവരിൽ കൊല്ലം പൂയപ്പള്ളി പയ്യക്കോട് സ്വദേശി ഷമീർ, അതേപോലെ കാസർകോട്ടെ രഞ്ജിത്ത് എന്നിവരെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഓർക്കുക, പുലർച്ചെ 4:30 അഗ്നിശമന സേന ഈ വിവരമറിയുന്നത്. അവിടെ തീപിടിച്ചുവെന്നും പുക പടരുന്നുവെന്നും ആളുകൾ എടുത്തു ചാടിയെന്നുമുള്ള വിവരങ്ങൾ. ജീവനക്കാർ തിങ്ങിപ്പാർത്തിരുന്ന കെട്ടിടമാണ് അഗ്നിക്കിരയായിട്ടുള്ളത്. ഈ സമയത്ത് എല്ലാവരും ഉറക്കത്തിലായിരുന്നതുകൊണ്ട് പുക ശ്വസിച്ച് ശ്വാസം മുട്ടിയാണ് നിരവധി പേർ മരിച്ചത് എന്നാണ് കുവൈറ്റ് സിറ്റിയിലെ ജനറൽ ഫയർഫോഴ്സ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അറബ് ടൈംസിന് അവർ നൽകിയ റിപ്പോർട്ട് പ്രകാരവും വെന്തുള്ള മരണത്തെക്കാൾ കൂടുതലും ഈ ശ്വാസം മുട്ടിയിട്ടുള്ള മരണമാണ്. കറുത്ത പുക കെട്ടിടത്തിനുള്ളിലേക്ക് കയറിയതോടെ പലർക്കും കണ്ണ് പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി, അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ജനൽ തുറന്നിട്ടാൽ പോലും അതേ അവസ്ഥയിലുള്ള പുകയാണ് അകത്തേക്ക് ഇരച്ച് കയറിയത്. എന്തായാലും സ്ഥലത്തെത്തിയ അഗ്നിശമന സേന നിരവധി പേരെ ഉടൻ തന്നെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിച്ചു. അല്ലെങ്കിൽ മരണസംഖ്യ ഇതിനേക്കാളും ഉയരുമായിരുന്നു. 1-ലധികം ഫയർ സ്റ്റേഷനുകൾ കൂട്ടായ പരിശ്രമം നടത്തിയിട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പരിക്കേറ്റവരെ ഉടൻ തന്നെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി ചികിത്സാ നടപടികളൊക്കെ നിരീക്ഷിച്ചു വരുന്നു എന്നാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ചികിത്സാ നടപടികൾ നിരീക്ഷിച്ചു വരിക എന്ന് പറഞ്ഞാൽ മരിച്ചവരെക്കാളും ഇനി ഗുരുതരാവസ്ഥയിലുള്ളവരും സാരമായി പരിക്കേറ്റവരും അവരുടെ ജീവൻ നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ചികിത്സ ലഭിക്കണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ചികിത്സ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും പൊള്ളലേറ്റവർക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ മാനസിക പിന്തുണ അടക്കം നൽകുന്നതിന് വേണ്ടിയിട്ടും കുവൈറ്റ് സിറ്റിയിൽ പ്രത്യേക ടീമുകൾ രൂപവൽക്കരിച്ചിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് NDPC എന്ന് പറയുന്നത്. അതിൻ്റെ കമ്പനിയുടെ ഉടമയെയും സുരക്ഷാ ഉദ്യോഗസ്ഥനെയും കസ്റ്റഡിയിലെടുക്കാൻ അധികൃതർ ഉടൻ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭവത്തെപ്പറ്റി ദൃക്സാക്ഷികൾ വളരെ പെട്ടെന്ന് തന്നെ വിവരണം നൽകിയതോടുകൂടി അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് അറബ് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തീ ആളിപ്പടർന്നതിന് തൊട്ട് പിന്നാലെ കെട്ടിടം മുഴുവൻ പുക നിറയുകയായിരുന്നു. ഇതോടുകൂടിയാണ് അവിടെയുള്ളവർ താമസക്കാർ പരിഭ്രാന്തരായിട്ട് രക്ഷപ്പെടാൻ പരക്കം പാഞ്ഞത്. അതിനിടയിൽ അഗ്നിശമന സേന സ്ഥലത്തെത്തി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. തീ പടർന്നു പിടിച്ചത് ഉറക്കത്തിലായിരുന്ന പലരും അറിയാൻ തന്നെ വൈകി. ബഹുനില കെട്ടിടത്തിൻ്റെ ഇടനാഴിയിലടക്കം പുക നിറഞ്ഞത് മൂലം പലരും വലിയ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ അവസ്ഥയിലായിപ്പോയി. ശ്വസിക്കാൻ പോലും കഴിയാതെ പലരും രക്ഷപ്പെടാനുള്ള പരക്കം പാച്ചിൽ നടത്തി. എന്നാൽ
അഗ്നിശമന സേന ഉടൻ തന്നെ നിർദ്ദേശങ്ങൾ നൽകുകയും അപകടത്തിൽ നിന്ന് പലരെയും രക്ഷപ്പെടുത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത്. നിലത്തേക്ക് ചാടാൻ ശ്രമിക്കുന്നതിന് പകരം കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകൾ നിലയിലേക്ക് പോകാനാണ് അഗ്നിശമന സേന ആദ്യം തന്നെ നിർദ്ദേശിച്ചത്. ഈ ഒരു നിർദ്ദേശം അഗ്നിശമന സേനയിൽ നിന്ന് ലഭിക്കാതെ സ്വയം അവർക്ക് ഈ ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ താഴേക്ക് ചാടുന്നതിന് പകരം ഏറ്റവും മുകൾ നിലയിലേക്ക് പോവുക, കൂടുതൽ വായുസഞ്ചാരമുള്ള ഇടങ്ങളിലേക്ക് പോവുക എന്നുള്ള ഒരു തോന്നൽ ആ സമയത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ, പരിഭ്രാന്തി ഉണ്ടാകുമ്പോൾ ഏത് വിധേനയും ചാടി രക്ഷപ്പെടുക എന്നുള്ള ഒരു റിഫ്ലക്സ് ആക്ഷൻ മനസ്സിൽ സംഭവിച്ചതുകൊണ്ടാവാം മിക്കവരും താഴേക്ക് ചാടിയത്. എന്തായാലും നിരവധി പേർ ശ്വാസം മുട്ടി മരിക്കുന്നതടക്കം ഒഴിവാക്കാൻ ഇത്തരത്തിൽ അഗ്നിശമന സേന നൽകിയ നിർദ്ദേശങ്ങൾ സഹായകരമായെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് സുനേഷ് കുമാർ ചേരുന്നു. കുവൈറ്റിൽ നിന്ന് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് സുനേഷ് കുമാർ അവിടെ? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ കുറച്ചു നേരത്തെ വരെ ഞങ്ങൾ അപകടം നടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു. കുവൈറ്റ് പോലീസും അതുപോലെ ഫയർ ഡിപ്പാർട്ട്മെന്റും ഒക്കെ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നെയാണ് ഇപ്പൊ അവിടെ നിന്ന് മാറിയത്. കാരണം ഈ സമയം വരെ അവര് അതിന്റെ ഭാഗമായിട്ട്, അതായത് ഇനി ആരെങ്കിലും അവിടെ ബാക്കിയുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ അപകടം ഇനി ഇതിൽ നിന്ന് സംഭവിക്കാം എന്നുള്ള ഒരു ധാരണ കൊണ്ട് അവിടെ അതിനെ മുഴുവൻ സെക്യൂർ ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി അവർ ആ ചുറ്റുപാടും ഉണ്ടായിരുന്നു. എന്തെങ്കിലും തരത്തിൽ അപകടം ഇനി കൂടുതലാവാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം അവർ നടത്തിയിരുന്നു. ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർ ഇപ്പോഴാണ് അവിടെ നിന്ന് നീങ്ങിയത്. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ അപകടങ്ങൾ കൂടുതലും സംഭവിച്ചിരിക്കുന്നത്, മരണം കൂടുതലും സംഭവിച്ചിരിക്കുന്നത് ഈ പുകയുടെ ശ്വാസം കിട്ടാതെയാണ്. ആൾക്കാർ പുക കയറിയിട്ടാണ് മരിച്ചിരിക്കുന്നത്. തീപ്പൊള്ളലേറ്റിട്ട് വളരെ കുറച്ച് 1-2 പേർ മാത്രമേ അപകടം സംഭവിച്ചിട്ടുള്ളൂ. അതിൽ കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് ആൾക്കാർ അപകടം തുടങ്ങിയ സമയമുള്ള, അതായത് ഏകദേശം ഒരു രാവിലെ 4 മണി 4:30ക്കാണ് ഈ അപകടം ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ തന്നെ പരിസരവാസികളും മറ്റുള്ള ബിൽഡിങ്ങിലുള്ള ആൾക്കാരൊക്കെ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ആൾക്കാർ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അപകടങ്ങൾ, ഇഞ്ചുറി കൂടുതലുണ്ടായത്. അതുകൊണ്ടാണ് ഫയർ സർവീസും മറ്റ് പോലീസുകാരും വന്നതിന് ശേഷമാണ് അവർ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് ആൾക്കാരെ കൂടുതൽ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. കൂടുതൽ ആൾക്കാരും റൂമിൽ നിന്ന് മാറി വന്ന് അതിന്റെ കോറിഡോറിലും അതുപോലെ വിൻഡോയിലൊക്കെ ഹാങ് ചെയ്ത് നിന്ന് തൂങ്ങിപ്പിടിച്ച് നിന്നുകൊണ്ടൊക്കെയാണ് കുറെ നേരം ആൾക്കാരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. തുടർന്ന് നമ്മുടെ ഫയർ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ വന്ന് മുഴുവൻ ആൾക്കാരെയും, അതായത് രക്ഷപ്പെട്ട് പുറത്തോട്ട് വന്ന മുഴുവൻ ആൾക്കാരെ വെക്കുകയും തുടർന്ന് അവർ അകത്തോട്ട് കയറി അബോധാവസ്ഥയിൽ ആൾക്കാർ മുഴുവൻ അതിന്റെ അകത്തു നിന്നും പുറത്തോട്ട് കൊണ്ടുവരാണ് ചെയ്തത്. കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചത് ഈ ശക്തമായ കറുത്ത പുക, ആ പുക ശ്വസിച്ചിട്ടാണ് ആൾക്കാർ കൂടുതൽ മരണപ്പെട്ടത് എന്ന് തന്നെയാണ് ഔദ്യോഗികമായിട്ട് നമുക്ക് കിട്ടുന്ന വിവരം. അപകടം സംഭവിച്ചും അത് തന്നെയാണ്. സുരേഷെ, മരിച്ചവരിൽ ഈ 11 മലയാളികളിൽ കൊല്ലം പൂയപ്പള്ളി പയ്യക്കോട് സ്വദേശി ഷമീർ, അതേപോലെ കാസർഗോഡ് ചെർക്കള കുണ്ടടുക്കം സ്വദേശി രഞ്ജിത്ത് എന്നിവരുടെ പേരുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ പേരുകൾ വെച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നിന്ന് അറിയാനുള്ള സാഹചര്യം ഇപ്പോഴുണ്ടോ? അതല്ലാതെ മറ്റേതെങ്കിലും വ്യക്തികളുടെ പേര് വിവരങ്ങൾ അവിടെ അറിവാകാവുന്ന സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? ഇപ്പോ നമ്മൾക്ക് കിട്ടിയ രേഖകൾ വെച്ചിട്ട് കമ്പനിയുടെ ആൾക്കാരിൽ നിന്നും അവരുടെ മിസ്സിംഗ് ആയിട്ട് ആൾക്കാരും അതുപോലെ, കാരണം ഈ കമ്പനിയിൽ 2-3 ഷിഫ്റ്റ് ആയിട്ടാണ് ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാവിലത്തെ ഒരു ഷിഫ്റ്റിന് ജോലിക്ക് പോയ ആൾക്കാർ തിരിച്ചു വന്നവരാണ് ഇതിനകത്തുള്ളത്. പക്ഷേ കൃത്യമായി പറയുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും ജോലിയിൽ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ചില ആൾക്കാർ ആരെങ്കിലും അവധിയിലായിരുന്നോ അല്ല വെറുതെ കാരണത്തിൽ പുറത്തു പോയെന്നല്ല. അവരുടെ രേഖാപ്രകാരം ഏകദേശം 60 പേരാണ് മിസ്സിംഗ് ആയിട്ട് കാണുന്നത്. അതിൽ ഏകദേശം 50-ൽ കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടതായിട്ടാണ് കാണുന്നത്. പിന്നെ അതിൽ കൂടുതൽ ആൾക്കാർ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ പറഞ്ഞ അവർ കമ്പനിയുടെ രേഖാപ്രകാരം മിസ്സിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന, കാണാനില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ കൂടുതൽ മരണപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഈ തിരിച്ചറിയൽ കാർഡുകൾ ആരുടെയും കയ്യിലില്ല. കാരണം മിക്ക ആൾക്കാരും അപകടം നടക്കുമ്പോൾ ജീവൻ കയ്യിൽ വെച്ച് ഓടുകയായിരുന്നു. അപ്പൊ ആരെങ്കിലും രേഖകളില്ല. ഇവിടുത്തെ നമ്മുടെ അക്കാമ എന്ന സിവിൽ ID കാർഡ് വെച്ചാണ് കൂടുതൽ ആൾക്കാരെയും ഹോസ്പിറ്റലുകളിൽ നിന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, അവരുടെ അക്കാമ നമ്പർ വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു രേഖകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൾക്കാർ, കമ്പനി ആൾക്കാർ, മിസ്സിംഗ് ആയ ആൾക്കാർ ഇതുവരെ ക്യാമ്പുകളിലും അവരുടെ ജോലി സ്ഥലങ്ങളിൽ എത്താത്ത ആൾക്കാരുടെ രേഖകൾ വെച്ചിട്ടാണ് ഇപ്പം ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇപ്പം തിരിച്ചറിഞ്ഞത്, ഔദ്യോഗികമായി തിരിച്ചറിഞ്ഞ 2 പേര് മാത്രമാണ്. ഇതുപോലെ 10-16ഓളം ആൾക്കാരുടെ ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെ കൺഫർമേഷൻ വന്നിട്ടില്ല. എംബസിയുടെ ആൾക്കാരും അതുപോലെ തന്നെ കുവൈറ്റിലെ
മലയാളികളും അതുപോലെ ആയിട്ടുള്ള ഒരുപാട് സംഘടനകളും ആൾക്കാർ ഇതിന്റെ പിന്നാലെയുണ്ട്. അവരുടെ രക്ഷാപ്രവർത്തനങ്ങൾ കൊണ്ട് അവർക്ക് തുടർന്ന് അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി എംബസിയുടെയും അതുപോലെ കുവൈറ്റ് സർക്കാരിന്റെയും കുവൈറ്റിലെ മലയാളി സംഘടനകളൊക്കെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് അവിടെ ഉണ്ടായ എല്ലാ കാര്യങ്ങൾക്കും കൂടുതൽ വേഗത കൂട്ടിയത്. കാരണം അപകടങ്ങൾ ഉണ്ടായ സ്ഥലത്തും അതുപോലെ ആൾക്കാരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് വിവരങ്ങൾ അറിയുന്നതിനൊക്കെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ഏകദേശം കുറച്ച് സമയങ്ങളിൽ തന്നെ നമുക്ക് ഇതുവരെയുള്ള ആൾക്കാരുടെ ഇപ്പൊ നഷ്ടപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ട ആൾക്കാരുടെ ഒരു മുഴുവൻ വിവരം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് കുവൈറ്റിൻ്റെ ഒരു നിയമവ്യവസ്ഥ വെച്ചുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉടമസ്ഥരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുക, കസ്റ്റഡിയിലെടുക്കുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. അതിലേക്കുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ആഭ്യന്തരമന്ത്രി സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം പലപ്പോഴും ഇവിടെ അപകടങ്ങൾ സംഭവിക്കുന്നത് ബിൽഡിങ്ങിന്റെ അനുമതികൾ കൂടുതൽ ആൾക്കാരെ താമസിപ്പിക്കുമെന്നാണ്. പക്ഷേ എന്നാലും ഈ കമ്പനി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള നടപടികളൊന്നുമല്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന തൊഴിലാളികൾക്കും മറ്റുള്ളവർക്കും നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു കമ്പനി തന്നെയാണത്. ഇവിടെ ആൾക്കാരുടെ സർക്കാർ നിർദ്ദേശിച്ച പ്രകാരമുള്ള ആൾക്കാർ തന്നെയാണ് അവർ ഉണ്ടായിരുന്നത്. അതിൽ കൂടുതലായിട്ട് ഇല്ല എന്നാണ് നമ്മൾക്ക് കിട്ടിയ ആൾക്കാരുടെ രേഖ പ്രകാരം നമുക്ക് കിട്ടിയ കണക്കും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അപകടമാണ് എന്നിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഈ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന റെസ്ക്യൂ കാര്യങ്ങൾ പലതും അവിടെ ആ ബിൽഡിങ്ങിൽ ഇല്ല എന്നുള്ളതാണ് ഫയർ ഡിപ്പാർട്ട്മെന്റും അതുപോലെ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം അപകടങ്ങൾ സംഭവിച്ചതുകൊണ്ട് തുടർ നടപടികൾ നിർബന്ധമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അത് മാത്രമല്ല ഇപ്പോൾ അതുപോലെ എല്ലാ ബിൽഡിംഗ് ഓണേഴ്സിനും ഗവൺമെന്റ് നിയമം പുറപ്പെടുവിച്ചുകൊണ്ട് അവരിപ്പം ഇൻസ്പെക്ഷൻ തുടങ്ങിയിരിക്കുകയാണ്. ചുറ്റുപാടുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളിലൊക്കെ അവരിപ്പോൾ കയറി ഇറങ്ങി ഈ ബിൽഡിങ്ങിന്റെ സ്ഥലങ്ങളും സൗകര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട്. ഇനി ഇതിൽ തുടർ നടപടി ഉണ്ടാകും എന്നാണ്, ഇതൊരു തുടർ നടപടിയായിരിക്കും എന്നാണ് അവരുടെ ഔദ്യോഗികമായി പറയുന്നത്. അവസാനമായി ഒരു കാര്യം കൂടിയാണ് അറിയാനുള്ളത്. ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തനവും മറ്റു കാര്യങ്ങളും എല്ലാം അവസാനിപ്പിച്ചു കഴിഞ്ഞു. ആ കെട്ടിടത്തിലുണ്ടായിരുന്ന എല്ലാവരും ഒഴിപ്പിച്ചു കഴിഞ്ഞു. ആ കെട്ടിടത്തിൽ ഇപ്പോൾ ആരും തന്നെ ഇല്ല. പരിക്കേറ്റവരും മരിച്ചവരുടെ മൃതദേഹങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ വിവിധ ആശുപത്രികളിലാണ് ഉള്ളത്. ഇനി ഗുരുതരമായി പരിക്കേറ്റവർ രക്ഷപ്പെടട്ടെ, സാരമായി പരിക്കേറ്റവരുടെ അവസ്ഥ ഗുരുതരമാവാതിരിക്കട്ടെ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ലേ ഇനി ബാക്കിയുള്ളൂ? തീർച്ചയായും അത്രയേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറയുന്നത് മരിച്ചുള്ള ആൾക്കാരുടെ ബോഡികൾ അതാത് കുടുംബത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒന്ന്. പിന്നെയുള്ളത് ഹോസ്പിറ്റലുകളിലുള്ള ആൾക്കാരുടെ അത് അത്യാഹിത വിഭാഗത്തിലുള്ളവർക്ക് ഏറ്റവും നല്ല ശുശ്രൂഷകൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതും, മറ്റുള്ളവർക്ക് അത് അപകടത്തിൽ ചെറിയ ചെറിയ അപകടങ്ങൾ മാത്രം സംഭവിച്ചവരെ അവിടുന്ന് ഹോസ്പിറ്റലിൽ തിരിച്ച് അവരുടെ മറ്റുള്ള ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കൂടുതൽ അപകടങ്ങൾ സംഭവിച്ച ആൾക്കാർ മാത്രമേ ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ ഉള്ളൂ. മറ്റുള്ളവരെല്ലാവരെയും പ്രഥമ ശുശ്രൂഷ നൽകിയിട്ട് കമ്പനിയുടെ മറ്റുള്ള അക്കോമഡേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. കമ്പനിയും അതുപോലെ തന്നെ കമ്പനിയുടെ അധികാരികളും പോലീസും എല്ലാവരും തന്നെ നമ്മുടെ ഇവിടെയുള്ള മലയാളി സംഘടനകളും എല്ലാവരും തന്നെ വളരെ എന്താ പറയാ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്, കൂട്ടായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും മരിച്ചവർക്കായാലും അതുപോലെ അപകടത്തിൽപ്പെട്ടവർക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ശുശ്രൂഷയും കാര്യങ്ങളും സംവിധാനങ്ങളും ചെയ്യാനുള്ള എല്ലാ നടപടികളും ഇന്ത്യൻ എംബസിയും അതുപോലെ മറ്റുള്ള സംഘടനകളും ആൾക്കാരും ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ അതേപോലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റവർ അവരെല്ലാം മൃതശരീരങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്? പരിക്കേറ്റവർ എവിടെയാണുള്ളത്? ആ ആശുപത്രികളുടെ പേര് വിവരങ്ങൾ പറയാവുന്ന ഒരു അവസ്ഥയായിട്ടുണ്ടോ? മരിച്ചവർ മുഴുവൻ ഇവിടെയുള്ള ദജീദിലുള്ള മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അവരുടെ ഐഡന്റിഫിക്കേഷൻ കാര്യങ്ങൾ കമ്പനിയുടെ അധികാരികൾ പോയിട്ട് അധികാരികൾ അവിടെ എത്തിയിട്ടുണ്ട്. അവരതിനെ വെരിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റുള്ള അപകടങ്ങൾ സംഭവിച്ച ആൾക്കാർ പ്രഥമ ശുശ്രൂഷകർ ഇവിടെയുള്ള 2 അദാൻ ഹോസ്പിറ്റലും അതുപോലെ മുബാറക് ഹോസ്പിറ്റലുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ അത്യാഹിതം സംഭവിച്ചവരൊക്കെ മുബാറക് ഹോസ്പിറ്റലാണുള്ളത്. ഈ അത്യാഹിതം എന്ന് പറയുന്നത് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടിയവരാണ് കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം 6 നിലയുള്ള ഒരു കെട്ടിടമായിരുന്നു. 6ാം നിലയിൽ നിന്ന് പോലും ആൾക്കാർ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മുകളിൽ നിന്നും ചാടുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് അപകടം സംഭവിച്ചത്. അങ്ങനെയുള്ളവരാണ് അതായത് ആ ബിൽഡിങ്ങിന്റെ തൊട്ട് താഴെ തന്നെ വീണ് മരിക്കുന്ന അനുഭവം പോലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വളരെ ദയനീയവും വളരെ സങ്കടം വരുന്നതുമായ കാര്യങ്ങളാണ് സംഭവിച്ചത്. കേരളത്തിലെ നമ്മുടെ കുവൈറ്റിലെ മലയാളികൾക്ക് വളരെ ഞെട്ടുന്ന ഒരു വാർത്തയാണ് രാവിലെ മുതൽ എല്ലാവരും വളരെയധികം
ഭയത്തിലാണുള്ളത്. കാരണം എന്ത് സംഭവം ഇത്രയധികം ആളുകൾ മരിച്ചിട്ടുള്ള ഒരു അനുഭവം ഇതുവരെ കുവൈറ്റിൽ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു അപകടം ശരി, എന്തായാലും കുവൈറ്റിലെ മലയാളി സമൂഹത്തിൽ നിന്നും ഈ അപകടം പറ്റിയ ദുരന്തത്തിനിരയായ ഈ സ്ഥലത്ത് ലേബർ ക്യാമ്പിൽ താമസിച്ചിരുന്നവരുമായി പരിചയമുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങൾ തേടുക, ഇതുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകൾ അടുത്ത നിമിഷങ്ങളിൽ കേരള വിഷൻ ന്യൂസുമായി പങ്കുവെക്കുക. കുവൈറ്റിലെ ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സുനേഷ് നമ്മോടൊപ്പം. തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ് ചേരുന്നു. കേരളത്തിൽ നിന്നുള്ള ഏകോപനങ്ങൾ എന്തൊക്കെയാണ് ബിനോയ്? നമുക്ക് ഇപ്പോൾ ചില വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നു. മരണമടഞ്ഞതിൽ ഒരാൾ പന്തളം സ്വദേശിയാണെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. പേരുൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നമുക്ക് കിട്ടും. കാരണം അവിടെ ഈ വിവരങ്ങൾ അപ്പോൾ തന്നെ ബന്ധുക്കളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും ഉള്ള വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അടിയന്തര സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. മാത്രവുമല്ല, പരിക്കേറ്റവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി നോർക്ക വഴി അവരുടെ ബന്ധുക്കളെ അറിയിക്കാൻ കഴിയും എന്നുള്ള ഒരു വിവരം കൂടി നമുക്കിപ്പോൾ അവസാനമായി ലഭ്യമാകുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വളരെ കൃത്യമായി ഈ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ആ വിവരങ്ങൾ നോർക്ക വഴിയൊക്കെ തന്നെ അവരുടെ ബന്ധുക്കളെ അറിയിക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സംഭവത്തിൽ ഗവർണറും അതിയായ നടുക്കം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും ജീവനുകൾ പൊലിഞ്ഞ സാഹചര്യത്തിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഒപ്പം പരിക്കേറ്റവർക്ക് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സംഭവത്തിൽ ഇന്ന് മുഖ്യമന്ത്രി അടിയന്തര നിർദ്ദേശം നോർക്ക റൂട്ട്സിന്റെ ഓഫീസിൽ നൽകിയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട പ്രവാസികളുടെ കുടുംബങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ വളരെ വേഗത്തിൽ തന്നെ എത്തിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കൃത്യമായ വിവരം വന്നിട്ടില്ല എങ്കിൽ പോലും 2 പേരുടെ മരണം കൂടി അവിടെ നിന്ന് ലഭ്യമാകുന്നുണ്ട്. ഒരു പന്തളം സ്വദേശിയും ഒപ്പം കോട്ടയം സ്വദേശിയും 2 പേരുടെ മരണവിവരങ്ങൾ കൂടിയാണ്. ഇവരുടെ പേരുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് കൃത്യമായി വ്യക്തമാകും. പ്രത്യേകിച്ച് ഒരു അപകട മരണമായതുകൊണ്ട് പേരുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തിയ ശേഷം നൽകാം എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഓഫീസും അറിയിച്ചിട്ടുള്ളത്. അത് അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ പരിക്കു പറ്റിയവർക്ക് എല്ലാ തരത്തിലുള്ള അടിയന്തര സഹായങ്ങളും എത്തിക്കണമെന്നാണ് മുഖ്യമന്ത്രി അയച്ച കത്തിൽ വിദേശകാര്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് രക്ഷാപ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിന് വേണ്ടി അവിടെയുള്ള എംബസി ഉദ്യോഗസ്ഥരെ അവിടേക്ക് അയക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. എന്തായാലും കേന്ദ്രമന്ത്രിക്ക് കത്തയച്ചതിന് തൊട്ട് പിന്നാലെ പ്രധാനമന്ത്രി ഇടപെട്ടുകൊണ്ട് വിദേശകാര്യ സഹമന്ത്രി ഇപ്പോൾ കുവൈറ്റിലേക്ക് തിരിക്കും എന്നുള്ള വാർത്ത കൂടി നമുക്ക് നോർക്ക റൂട്ട്സിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. എന്തായാലും വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഈ സംഭവത്തെ സംസ്ഥാന സർക്കാരും കാണുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. ശരി, എന്തായാലും കുവൈറ്റിലെ ഈ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരാതിരിക്കട്ടെ, മരിച്ചവരുടെ പേരുവിവരങ്ങൾ ബന്ധുക്കൾക്ക് പെട്ടെന്ന് അറിയാൻ കഴിയട്ടെ. കുവൈറ്റിൽ ബന്ധുക്കളുള്ള കുവൈറ്റിലെ ലേബർ ക്യാമ്പുകളിൽ ജോലി ചെയ്യുന്ന മലയാളികളുള്ള കേരളത്തിലെ ബന്ധുക്കൾക്ക്, നാട്ടുകാർക്ക് ഇന്നത്തെ രാത്രി ഉറക്കമില്ലാത്തതായിരിക്കും. മറ്റ് മാർഗങ്ങളൊന്നും തന്നെയില്ല. ഏറ്റവും പെട്ടെന്ന് അവരുടെ വിഷമങ്ങൾ മാറാൻ കഴിയുന്ന രീതിയിൽ നല്ല വാർത്തകൾ വരട്ടെ എന്ന് മാത്രമേ ഈ നിമിഷങ്ങളിൽ പറയാനുള്ളൂ. അടുത്ത നിമിഷങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളിലേക്ക് നമ്മളെത്തും. ഇടവേള കഴിഞ്ഞ് തിരികെ എത്താം.